ഹലോ ഫ്രണ്ട്സ്, ഉഷ ക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം. ഇന്നൊരു ബ്രെഡ് വട ഉണ്ടാക്കാം. ഉഴുന്നുവടയേക്കാളും ടേസ്റ്റിൽ നല്ലൊരു ബ്രെഡ് വട ഉണ്ടാക്കാം. ബ്രെഡിന്റെ അറ്റം ഒന്ന് കട്ട് ചെയ്ത് വെക്കാം. സൈഡെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് കളയണ്ട, ബ്രെഡ് ക്രംസ് ആക്കാൻ നല്ലതാണ്. ഇത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. എല്ലാം നല്ലതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി 1 കപ്പ് തൈര് ചേർത്ത് ഇതൊന്ന് നനച്ച് വയ്ക്കാം. ഇതൊന്ന് കുതിരണം. ഇതൊരു മിനിറ്റ് ഇരുന്നോട്ടെ. അത് കുതിരുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കി സാധനങ്ങൾ എടുക്കാം. 4 ടേബിൾ സ്പൂൺ റവ എടുക്കാം. അര കപ്പ് റൈസ് ഫ്ലവർ എടുക്കാം. അരിപ്പൊടിയാണ്, ഇടിയപ്പത്തിന്റെ പൊടി. ഇനി 1 സവാള അരിഞ്ഞു വെച്ചത് ഇട്ട് കൊടുക്കാം. കൊച്ചുള്ളി ആണെങ്കിലും ടേസ്റ്റാണ്. ഒരു വലിയ ക്യാരറ്റ് അരിഞ്ഞിട്ട് കൊടുക്കാം. ഗ്രേറ്റ് ചെയ്തതാണ്. മല്ലിയിലയും കരിവേപ്പിലയും ഇട്ട് കൊടുക്കാം. പച്ചമുളക് ചെറുതായി അരിഞ്ഞതാണ്. ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്. ഇതിലൊരു നുള്ളു സോഡാപ്പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ബ്രെഡ് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഇതിലിട്ട് കുഴയ്ക്കാം. ആവശ്യമെങ്കിൽ കുറച്ച് വെള്ളം ചേർക്കാം. ഒന്ന് കുഴച്ച് നോക്കിയിട്ട് ഉള്ളിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങും. ആവശ്യമാണെങ്കിൽ മാത്രം ചേർത്താൽ മതി. ആവശ്യമില്ലാന്ന് തോന്നുന്നു. കറക്റ്റായി. ഉപ്പൊന്ന് ചെക്ക് ചെയ്യണം. കറക്റ്റാണ്. ഇനി എണ്ണ ചൂടാക്കാൻ വയ്ക്കാം. അടുപ്പിൽ വെച്ചു. ഇത് കൈ ഒന്ന് നനച്ചു കൊടുത്തിട്ട് ഒരു ഉരുള എടുക്കാം. ഉഴുന്നുവടയ്ക്ക് ചെയ്യും പോലെ നടുക്കൊരു ഹോൾ ഇട്ട് കൊടുക്കാം. ഉഴുന്ന് അരയ്ക്കേണ്ട, ഒരുപാട് പാടൊന്നുമില്ല, പെട്ടെന്ന് ചെയ്തെടുക്കാം. ഇതിങ്ങനെ ചെയ്തു വെച്ചിരിക്കുകയാണെങ്കിൽ ആരെങ്കിലും ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. മക്കൾ സ്കൂളിൽ നിന്ന് വരുമ്പോഴായാലും 4 മണി പലഹാരമായിട്ട് ഉണ്ടാക്കാം.
എണ്ണ ചൂടാക്കാൻ വെച്ചു. നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഓരോ വടയായിട്ട് ഇട്ട് കൊടുക്കാം. ഒരു സൈഡ് നന്നായിട്ട് മുരിഞ്ഞതിന് ശേഷം അടുത്ത സൈഡ് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ട് കൊടുത്തു. നല്ല ബ്രൗൺ കളറാക്കി എടുക്കാം. പുറം നല്ല ക്രിസ്പി ആയിരിക്കും, അത് നല്ല സോഫ്റ്റും ആയിരിക്കും. വട നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. എണ്ണ പോകാനായിട്ട് വയ്ക്കാം. അടുത്തത് ചെയ്തു വെച്ചത് ഇട്ട് കൊടുക്കാം. ബ്രെഡ് വട റെഡിയായി. നല്ല സോഫ്റ്റ് ആണ് അകത്ത്, നല്ല ക്രിസ്പിയുമാണ് പുറം. നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണേ.